ഗായ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ സ്റ്റിക്കേഴ്സൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു പുതിയ സ്റ്റിക്കർ കിട്ടി. ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു ഗായ്സ്. അപ്പോൾ ഇന്നലെ എനിക്കൊരു സ്റ്റിക്കർ കിട്ടി. എൻ്റെ ചേച്ചി എനിക്ക് കവായ് സ്റ്റിക്കർ ഗിഫ്റ്റ് തന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് അതിനകത്ത് ഇന്നലത്തെ വീഡിയോയിൽ മൈ സിസ്റ്റർ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ. അധികം കളക്ഷനൊന്നുമില്ല, വേറെ ഇച്ചിരിയേ ഉള്ളൂ. ഇത് കവായ് സ്റ്റിക്കറാണ്. അതേപോലെ ലാസ്റ്റ് കാണിക്കാം ഗൈസ്. ചിലതൊക്കെ ഞാൻ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ ഗൈസ്. ഓരോ പ്രിൻസസിൻ്റെ ഓരോ സൈസ്. നമുക്ക് ഇതിനകത്ത് അലാവുദ്ദീൻ്റെ ഒക്കെ ഒത്തിരി പേരുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഒന്ന്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് കളക്റ്റൊക്കെ ചെയ്ത് വെക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഓരോന്ന് കളക്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഞാൻ ഒരു ഡപ്പയ്ക്കകത്ത് എടുത്തിട്ട് വെച്ചേക്കും ഇതെല്ലാം. പിന്നെ ഇതൊരു ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക്, സ്റ്റിക്കർ ബുക്ക്. അതിൻ്റെ പേജ് തീരെ എടുത്തതാണ് ഗൈസ്. പക്ഷെ ഒത്തിരി സ്റ്റിക്കർ കളഞ്ഞു പോയിട്ടില്ല അതിന്. നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. കുറേ ഇങ്ങനെ ഈ ബാർബീസ്, ഉടുപ്പുകൾ, ഇങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സേ ഉള്ളൂ ഇതിൽ. ബട്ടർഫ്ലൈസ് ഒക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതധികം ഇതില്ല, സ്റ്റിക്കേഴ്സ് ഇല്ലെന്നേ ഉള്ളൂ ഇതിൽ. എന്നാലും നല്ലതൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ സ്റ്റിക്കി നോട്ട്സ് ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റിക്കി നോട്ട്സ് ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ സ്റ്റിക്കി നോട്ടല്ല, അതിൻ്റെ അതേപോലത്തെ പേപ്പർ വെച്ച് ഒരു ബുക്ക് ഉണ്ടാക്കിയത് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ, പല കളറാണ് കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരി എനിക്കൊരു ക്രിസ്മസ് കാർഡാണെന്ന് തോന്നുന്നു തന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കീറിയെടുത്ത് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് വിചാരിച്ച് ഞാൻ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാമെന്ന് പറഞ്ഞ് കീറിയെടുത്തതാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ 2 ഇതായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതെ ഗൈസ്, ഇതാണ് സംഭവം. അപ്പോൾ സംഭവം ഇതാണ് കേട്ടോ. സ്പെഷ്യൽ വിത്ത് ലവ് എന്നാണ്. നിങ്ങൾക്കിത് തലയിലായിരിക്കും കാണുന്നത്, പക്ഷേ ഇതിനകത്ത് സ്പെഷ്യൽ വിത്ത് ലവ് ആണ് ഗൈസ്. പിന്നെ നമുക്ക് പോപ്പിട്രോളിൻ്റെ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ട്. 3 പേരാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക്. പിന്നെ ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞൊരു കണ്ണാടിനകത്തെ സാധനമാണ് ഗൈസ് ഇത്. പിന്നെ ഇത് എന്താണെന്നറിയില്ല, സ്റ്റിക്കറാണെന്ന് മാത്രം അറിയാം. ഇതാരാണെന്നൊന്നും എനിക്കറിയില്ല. അറിയാവുന്നൊരു കമൻറ്റ് ബിലോ. ഇതാണ് കേട്ടോ. പിന്നെ എടുത്തിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് കിൻഡർ ജോയുടെ കൂടെ കിട്ടിയതാണ്. അതിനകത്തൊരു പമ്പരത്തെ കുത്തി വെക്കാനുള്ളതാണ്, പക്ഷേ ഞാനത് സ്റ്റിക്കറായിട്ട് എടുക്കുന്നു എന്ന് മാത്രം ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാർ കണ്ടോ. എൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഇങ്ങനെ വട്ടമൊക്കെ വന്നിട്ട് നമുക്ക് ഒട്ടിക്കാനുള്ളത് ഇതുണ്ട്. പിന്നെ ഞാൻ താജ്മഹലിൻ്റെ പാതി ഇളകി വന്ന് താജ്മഹൽ ഇളക്കിയെടുത്തു ഗൈസ്. പിന്നെ ഞാൻ 2-3 പേരുടെ ചുമ്മാ AI ഫേസുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. AI ഫേസസ് ഞാൻ 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. 4 എണ്ണം ഉണ്ട് AI ഫേസസ്. ഇങ്ങനെ AI ഫേസസ് 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫിഷിൻ്റെയും കൂടെ സ്റ്റിക്കറുണ്ട്. ഈ ഫിഷിൻ്റെ പേരറിയത്തില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര മൂർച്ചയുള്ളത് ഇവിടെ. അപ്പോൾ ഗൈസ് ഇത്രയാണ് സ്റ്റിക്കേഴ്സ് എൻ്റെത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് കവായ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ കവായ് സ്റ്റിക്കർ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഗൈസ്. ബാക്ക് ക്യാമറ വേണ്ടെന്ന് തീരുമാനിച്ചു ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇത്രയും വലിയ ഒരെണ്ണമാണ്. ഇത് ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് കവായ് സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിന് 140 രൂപയാണ്. എൻ്റെ ചേച്ചി സർപ്രൈസായിട്ട് തന്നതാണ് ഗൈസ്. അപ്പോൾ സർപ്രൈസായിട്ട് തന്നൊരു ഗിഫ്റ്റാണിത്. 140 രൂപയ്ക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാമേ.
ഇത് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇത് നല്ല രസമുണ്ട് കൈസ് കാണാൻ, അതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് ഒരു പേപ്പറുണ്ട്, നടുക്കൊരു കവായി പെണ്ണ്. ഇത് ജാപ്പനീസ് സ്റ്റിക്കേഴ്സ് അങ്ങോട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ടോട്ടൽ നമുക്ക് കുറേ കളേഴ്സ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 3-4 കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ വയലറ്റ്, പിങ്ക്, യെല്ലോ ആൻഡ് ലൈറ്റ് ബ്ലൂ ആണ് നമുക്ക് ഉള്ള കളേഴ്സ്. അപ്പോൾ വയലറ്റാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആണ്, നമുക്കപ്പോൾ ആദ്യം വയലറ്റ് കാണിക്കാവേ. സോ വയലറ്റ് അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാവേ. ഇത് പിങ്ക് ആണല്ലോ, പിങ്ക് എവിടെ നിന്ന് കയറി വരുന്നു? പിങ്ക് അങ്ങോട്ട് മാറും. ഓക്കെ, അപ്പോൾ വയലറ്റ് 1, 2, 3, 4, 5, നമുക്ക് 5 വയലറ്റ്സ് ആണ് ഉള്ളത്. നമുക്ക് ഇതിനോട്ട് നീക്കിയിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ 5 വയലറ്റാണ് ഉള്ളത്, 5 എണ്ണം ഉണ്ട്. ഈ നമുക്ക് ഓരോ സ്റ്റിക്കേഴ്സ് 5 വയലറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ ഒരു സെറ്റ് സെയിം ആണ്, ബാക്കി എല്ലാത്തിലും സെയിം അല്ല, എല്ലാത്തിലും വേറെ വെറൈറ്റി സ്റ്റിക്കേഴ്സാണ്. 2 ബോട്ടിലൊക്കെ പോലത്തെ ഉണ്ട് ഗൈസ്. പിന്നെ എനിക്കൊരു സംശയം, ഇതിനകത്ത് ഏതിലോ ഒരെണ്ണത്തിൽ മിക്സ് ബ്ലൂ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെ, ഇത് നോക്ക് നിങ്ങൾ, ബ്ലൂ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ പെണ്ണിൻ്റെ ഒക്കെ ഇത് കണ്ടോ, ബ്ലൂ ഇടയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. വയലറ്റും ബ്ലൂടെ മിക്സ്ഡ് വന്നേക്കുവാണ് ഗൈസ്. അത് ഇപ്പോൾ മാറിപ്പോയതാണോന്നും അറിയത്തില്ല, എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. ഇത് നമുക്ക് അടുത്ത സെറ്റ് ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് 3-ാമത്തെ സെറ്റ്, പിന്നെ ഇത് 4-ാമത്തെ സെറ്റ്, പിന്നെ 5-ാമത്തെ സെറ്റ് ഗൈസ്. അപ്പം 5 സെറ്റ് വയലറ്റ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളേഴ്സാണ് ഇതെല്ലാം, നല്ല അടിപൊളി കളറാണ് ഇതെല്ലാം. ഇതിനകത്ത് വന്നേക്കുന്ന കളേഴ്സ് എല്ലാം അടിപൊളി കളറാണ്. നിങ്ങളെല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്യുക, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത പിങ്ക് വന്നിട്ടുള്ളത് 1, 2, 3, 4, 5 ഗൈസ്, 6 പിങ്ക് ഉണ്ട് ടോട്ടലി. പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ 5 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ ചേച്ചിക്ക് കൊടുത്തു ഗൈസ്. ചേച്ചിക്ക് അങ്ങനെ സ്റ്റിക്കേഴ്സ് ഒന്നുമില്ല, അപ്പോൾ ചേച്ചി ഞാൻ 2 സ്റ്റിക്കർ കൊടുത്തു. ഒന്ന് ബ്ലൂ ഒരെണ്ണം കൊടുത്തു, പിങ്കിന്ന് ഒരെണ്ണം കൊടുത്തു. പിങ്കാണ് എൻ്റെ അറിവ് ഏറ്റവും കൂടുതൽ, കാരണം 6 ഇതുണ്ടായിരുന്നു പിങ്കിന്. അപ്പോൾ 6 സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു പിങ്കിന്. ഞാൻ ഒരെണ്ണം ചേച്ചിക്ക് കൊടുത്തു, അപ്പോൾ 5 എണ്ണേ ഉള്ളൂ ഗൈസ്. ഒന്ന് ഇതാണ്, ഇതൊന്ന്. പിന്നെ 2-ാമത്തേത് ഇതാണ്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇതാണ് 2-ാമത്തേത്. പിന്നെ ഇത് 3-ാമത്തേത്, പിന്നെ ഇത് 4-ാമത്തേതും, ഇത് 5-ാമത്തേതും ഗൈസ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പിങ്കും അടിപൊളി തന്നെയാണ് ഗൈസ്, നല്ല കളേഴ്സാണല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്, എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സ്. പിങ്കൊക്കെ ആണ് പറഞ്ഞറിയിക്കാൻ വയ്യ, അടിപൊളി കളറ്. അടുത്ത എൻ്റെ അറിവ് ഈ ഒരു സ്റ്റിക്കേഴ്സ് യെല്ലോ ആണ് ഏറ്റവും കുറവ്. യെല്ലോ ആകെ 4 എണ്ണേ ഉള്ളു ഗൈസ്. ഞാൻ യെല്ലോ ചേച്ചിക്ക് കൊടുത്തതും ഇല്ല, ആകെ 4 എണ്ണേ ഉള്ളു ഗൈസ് യെല്ലോ. അപ്പം നമുക്ക് യെല്ലോയിൽ ഇതൊരെണ്ണം, ഇതിനകത്തൊക്കെ നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇത് 2-ാമത്തേത്, ഇത് 3-ാമത്തേത്. ഇത് കണ്ടോ, ലെറ്ററൊക്കെ എഴുതി വെക്കുന്ന ബോക്സ്, ലെറ്ററൊക്കെ കണ്ടോ, ലെറ്ററിന് നമുക്കപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് ലെറ്റർ എഴുതി കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് ഈ സ്റ്റിക്കർ ഇളക്കി ഒട്ടിച്ചൊക്കെ വെക്കാം ഗൈസ്. പിന്നെ ഇത് 4-ാമത്തെ. ഇപ്പം ടോട്ടൽ പറഞ്ഞാൽ 4 കവായി സ്റ്റിക്കർ എല്ലാം ഉണ്ട്, 4 സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന 5-ാമത്തെ ഇതായിട്ടുള്ള ബ്ലൂ ആണ് ഗൈസ്. ഈ കളർ ഭയങ്കര അടിപൊളി കളറ്. ബ്ലൂ 5 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഇപ്പോൾ 4 എണ്ണേ ഉള്ളൂ. ചേച്ചി ഒരെണ്ണം എടുത്തു ഗൈസ്. ബ്ലൂവും പിങ്കും ചേച്ചി എടുത്തു, ഞാൻ കൊടുത്തു. അപ്പോൾ ഗൈസ് ബ്ലൂ ഇതാണ് നമ്മുടെ ബ്ലൂ. നല്ല രസമുണ്ട് ഈ പെണ്ണിനെ കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറ് ബ്ലൂ ആണ്. എല്ലാം നല്ലതൊക്കെ തന്നെയാണ്, ബ്ലൂ പിങ്കും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളേഴ്സാണ്. വയലറ്റ്, ഇതിനകത്ത് ഏറ്റവും കുറവെന്ന് പറയുന്നത് യെല്ലോയ്ക്കാണ്, പക്ഷേ യെല്ലോയും നല്ലതാണ്, എല്ലാം നല്ലതാണ് ഗൈസ്. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ നിറച്ച് കവായി സ്റ്റിക്കറുണ്ട് ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്, ഇതിലൊരോ ഇതായിട്ട് ഓരോ
ഇങ്ങനെ ഓരോ ഇതായിട്ടായിരിക്കും നമുക്ക് ഓരോ എത്ര എണ്ണം ഉണ്ട്, ഒത്തിരി കളേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ഇതായിട്ടായിരിക്കും സെറ്റായിട്ടായിരിക്കും ഇങ്ങനെ ഒരെണ്ണമായിട്ടായിരിക്കും തരുന്നത്. ഈ ഒരെണ്ണത്തിൽ തന്നെ എത്ര എണ്ണം ഉണ്ട്. അപ്പോൾ എൻ്റെ പിങ്കും ബ്ലൂവും 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 5 10, പിന്നെ യെല്ലോ 4, 14, 15, 16, 18 ടോട്ടൽ ഇങ്ങനത്തെ സ്ട്രിപ്സ് ഉള്ള സ്റ്റിക്കേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്, നല്ല ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ അമ്മയുടെ പറയുമായിരുന്നു ഗൈസ്, അമ്മ എനിക്ക് വാൾ സ്റ്റിക്കർ വേണമെന്ന്. പക്ഷേ ചേച്ചി തരുമെന്ന് ഞാൻ വിചാരിച്ചത് പോലും ഇല്ല. ചേച്ചി വിഷുക്കഞ്ഞിട്ടൊക്കെ എടുത്ത് വെച്ച് സേവ് ചെയ്ത് എനിക്ക് തന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.